അജണ്ടവയിൽ ഇരിക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 72-ാം പാദം തുടർച്ച. അതെന്തെന്നാൽ മലങ്കരയുള്ള പള്ളികളുടെ പേരും പറഞ്ഞ് റോമായിൽ നിന്ന് നീ ഇരന്നു മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ വികാരിമാർക്കും പട്ടക്കാർക്കും നീ കൊണ്ടുവരുന്ന 2 കുപ്പി വീഞ്ഞും മുന്നാഴി ഗോതമ്പും ഓർത്ത് മലങ്കരയുള്ള പട്ടക്കാരൊക്കെയും നിന്റെ കാൽ കീഴിൽ കിടക്കുമെന്ന് നീ വിചാരിക്കുന്നു. ഇല്ലേ ഇല്ല, നിന്റെ ഈ വിചാരം എത്രയും ഭോഷത്വമാണ്. കാരണം ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രയത്നം മതിയാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളികളിൽ പൂജയ്ക്ക് ആവശ്യമായ വീഞ്ഞും ഗോതമ്പും വാങ്ങാനും ഈ വരുമാനം വേണ്ടുവോളം മതിയാകുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. വിശേഷിച്ചും സ്വജാതി മെത്രാന്റെ കാര്യത്തിലാണ് പോറ്റാൻ കഴിയാതെ വരുമെന്ന് നീ പറയുന്നതെങ്കിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീയും നിന്റെ കാരണവന്മാരും മലങ്കര വരുന്നതിന് തൊട്ട് മുമ്പ് വരെ മലങ്കര ഉണ്ടായിരുന്ന മെത്രാന്മാരെയും റമ്പാന്മാരെയും പട്ടക്കാരെയും ആരാണ് രക്ഷിച്ചിരുന്നത്? അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ആരാണ് കൊടുത്തിരുന്നത്? നീയോ നിന്റെ കാരണവന്മാരോ അവർക്ക് മാസശമ്പളം കൊടുത്തയച്ചിരുന്നോ? ഇല്ലല്ലോ. മറിച്ച് അവർ മലങ്കരയുള്ള വിശ്വാസികളുടെ ദാനം കൊണ്ട് എത്രയും അന്തസ്സിലും പ്രതാപത്തിലും കഴിഞ്ഞു പോന്നിരുന്നു. ഇന്ന് മലങ്കര എല്ലായിടത്തും കേട്ടുകേൾവിയുണ്ട് എന്ന് തന്നെയല്ല, ആയതിൻ്റെ കാണത്തക്ക തെളിവുകൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ തക്കവണ്ണം ഇന്നുവരെ മലയാളത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. ഇവിടെയുള്ള സഭാ മേലധ്യക്ഷന്മാരെ രക്ഷിച്ചു എന്നതു തന്നെയല്ല, മലങ്കരയുള്ള വിശ്വാസികളുടെ ദാനധർമ്മങ്ങൾ ബാഗ്ദാദിലുള്ള തങ്ങളുടെ പാത്രിയാർക്കായ്ക്കും കൊടുത്തയച്ചിരുന്നുവെന്ന് നിന്റെ കാരണവന്മാർ എഴുതിയ പുസ്തകത്തിൽ തന്നെ വായിച്ചാൽ കാണാം. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ തങ്ങളുടെ ജാതിയിൽ നിന്നുള്ള മൂശയല്ലാതെ മറ്റു ജാതിയിൽ നിന്ന് ആരെങ്കിലും ഉടയതമ്പുരാൻ നിയോഗിച്ചതുമില്ല. അതുപോലെ മിശിഹാ കർത്താവും തൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഈ അറിയിപ്പ് സ്വീകരിക്കുവാനുള്ളവരിൽ പ്രധാനപ്പെട്ട ജാതിയായ യഹൂദന്മാരിൽ നിന്ന് തന്നെ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. ഇവരും അവർക്ക് ലഭിച്ച കൽപ്പനയ്ക്ക് തക്കവണ്ണം അതത് ദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ചെന്ന് അവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ വിശ്വാസത്തിൽ ചേർത്തതിന് ശേഷം ആ ജാതിയിൽ നിന്ന് തന്നെ യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് ഈ ജനങ്ങളെ സത്യവിശ്വാസത്തിൽ നയിക്കുവാൻ സഭാഭരണം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ വഴിയിൽ കൂടെ തന്നെയാണ് തിരുസഭയും സഞ്ചരിക്കുന്നത്. ഓരോ പ്രാദേശിക സഭയിലും മെത്രാന്മാരായിരിക്കേണ്ടത് അതത് പ്രദേശത്തെ പട്ടക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണമെന്ന് പല സാർവത്രിക സൂനക ദോസുകളും നിശ്ചയം ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലൊക്കെയും ഏഷ്യയിലും ഈ നിയമം പാലിച്ചു പോരുന്നു. റോമിൽ മെത്രാൻ നിയമനത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മെത്രാന്മാരെ വാഴിക്കുവാൻ ഇക്കാര്യത്തിൽ പ്രത്യേകം ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഇങ്ങനെയായിരിക്കുമ്പോൾ ഈ വർഗത്തിനടുത്ത് ആഗ്രഹത്തെയും മനസ്സിനെയും നിഷേധിച്ചുകൊണ്ട് മലങ്കരക്കാർ മാത്രം സ്വജാതിയിൽപ്പെട്ട മെത്രാന്മാർക്ക് കീഴ്വഴങ്ങുകയില്ലെന്ന് നീ പറയുന്നത് എങ്ങനെ? ഇത് നീ തനിയെ കണ്ടുപിടിച്ചതാണോ, അതോ നിനക്ക് ആരാനും പറഞ്ഞു തന്നിട്ട് നീ ഏറ്റുപറയുന്നതോ? നീ സ്വയം പറയുന്നതാണെങ്കിൽ നിന്നോട് ഞാൻ പറയുന്നു, നിന്റെ വിചാരം എത്രയും മണ്ടത്തരം തന്നെയാണ്. വിശേഷിച്ചും നിന്നോട് ആരാനും പറഞ്ഞിട്ട് നീ പറയുന്നുവെങ്കിൽ മലങ്കരക്കാർ മുഴുവൻ പേരുടെയും അനുഭൂതമെല്ലാം തപ്പിക്കണ്ടുപിടിച്ച ഈ വിദ്വാനെ എനിക്ക് കാണിച്ചു തരണം. അതല്ലാതെ മറ്റു വല്ലവരുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ മുറിക്കകത്ത് കയറിയ കർദിനാന്മാരിൽ ഒരുത്തനെയെങ്കിലും ജീവനോടെ അയക്കുകയില്ലെന്ന് ഭീഷണിപ്പെടുത്തി ബലത്താല എന്ന പോലെ റോമാക്കാരനാകുന്ന 6-ാം കുർബൻ പാപ്പായെ തിരഞ്ഞെടുത്തു. ഇതൊക്കെയും എന്തുകൊണ്ടാണ്? എന്തിന് പഴയ കാര്യങ്ങൾ ഞാൻ പറയണം? ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വാദിക്കാം. നിനക്ക് എന്ത് തോന്നുന്നു? ഇറ്റലിക്കാരൻ പോർച്ചുഗലിലും പോർച്ചുഗൽക്കാരൻ ഇറ്റലിയിലും ഫ്രഞ്ചുകാരൻ അൽമാഞ്ഞയിലും അൽമാഞ്ഞക്കാരൻ ഫ്രാൻസിലും ഭരിക്കാൻ ചെന്നാൽ അവിടുത്തുകാർക്ക് സന്തോഷമായിരിക്കുമോ? തീർച്ചയായും ഇല്ല. ഓരോരുത്തരും അവനവൻ്റെ ജാതിക്കാരനെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് നീ തന്നെ പറയും. ഇതെന്തുകൊണ്ട്? മേൽപ്പറഞ്ഞ വണ്ണം അപ്പൻ്റെ ബഹുമാനവും സമ്പത്തും മക്കൾക്കായിരിക്കുന്നത് പോലെ ജാതിയിൽ ഒരുത്തിനുള്ള ബഹുമാനവും യശസ്സും ജാതിക്കാർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഇക്കാര്യം എല്ലാ ജാതിക്കാർക്കും അറിയാം എന്നു തന്നെയല്ല, അതത് ജാതിയെ ഭരിക്കുന്നവർ അതത് ജാതിയിൽ നിന്ന് ആയിരുന്നെങ്കിലേ ജാതിയുടെ സ്ഥാനമാനങ്ങളും യശസ്സും ഐക്യവും കെട്ടുറപ്പും നഷ്ടപ്പെടാതെ കാത്തുപാലിക്കുകയുള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന സ്വാഭാവിക നിയമമാണ്. മനുഷ്യവർഗത്തിനുള്ള ഈ ആഗ്രഹവും മനസ്സും നല്ലതെന്ന് ഉടയതമ്പുരാൻ പോലും അംഗീകരിച്ചു തന്നിട്ടുണ്ട്.